Good afternoon, all. Good afternoon, ma'am. Prayer ആരെങ്കിലും prepared ആണോ? Yes, ma'am. പറഞ്ഞോ കേട്ടോ. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളഗീതമാം ഭക്തിദന്തനമിന്മേകി മനരാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സർവം കണ്ണീരൊഴുക്കി തേങ്ങൾ സ്നേഹാൻ സാദരമാക്കി കൈകോർത്ത് യോജിച്ച് മുന്നോട്ടു പോകാൻ കാരുണ്യവാവേ സൽബുദ്ധിയേകം ലോകൈകനായക രക്ഷിക്ക ഞങ്ങൾ ലഗീതമാം ഭക്തി ദാനമിന്നേകി. താങ്ക് യു. നന്നായിട്ട് പാടിയിട്ട്. പാടെ പേരെന്തുവാ? പേര് പറഞ്ഞു കൊടുക്കേ. നൗമിക. നൗമിക. നന്നായിരുന്നു കേട്ടോ. അനിയന്റെ മോളാണ് മിസ്സേ. ആടാ. ഞാൻ നാട്ടിലേക്ക് പോകണം. ട്രാവലിംഗ് ആണ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ മൈക്ക് ഓൺ ആക്കുമ്പോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ മിസ്, കുഴപ്പമില്ല. സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? നോർമലി നമ്മൾ പ്രെയർ ഒന്നും പറയാറില്ല. ഇനി അധികം നാളൊന്നുമില്ല, 2 weeks കൂടെ ഉള്ളൂ നമുക്ക് ഈ ഒരു പ്രെയറും സൈനിങ് തോട്ട് ഓഫ് ദ ഡേ ഒക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ട്രഡീഷണൽ മെത്തേഡ് വേഴ്സസ് മോണ്ടിസോറി മെത്തേഡ് അല്ലെ. സോറി, മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. എനിക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ് കേട്ടോ. പേജ് നമ്പർ 87 ആണ്. Okay, the Montessori method versus traditional method ആണ്. ഇൻസ്റ്റെഡ് ഓഫ് എഡ്യൂക്കേഷൻ തിയറി, നമ്മുടെ നോർമൽ ആയിട്ടുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ തിയറിയിൽ നിന്നൊക്കെ മാറ്റി ഒരു വേ ഓഫ് തിങ്കിങ് ആണ് നമുക്കറിയാം മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യ ടൈമിൽ ഫസ്റ്റ് മോണ്ടിസോറി മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഒരുപാട് റിജക്ഷനും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത ഒരു മെത്തേഡാണ് ഇത് നമ്മുടെ ഈ മെത്തേഡ്. മോണ്ടിസോറി അഡോപ്റ്റ് എ സയന്റിഫിക് അപ്രോച്ച് ടു ഒബ്സർവ് ചിൽഡ്രൻ. മോണ്ടിസോറി അഡോപ്റ്റ് ചെയ്തൊരു സയന്റിഫിക് അപ്രോച്ച് ആണ് കുട്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ ടു ഒബ്സർവ് ചിൽഡ്രൻസ് എന്നുള്ളത്. ഓട്ടോ എഡ്യൂക്കേഷൻ ഒക്കെ മോണ്ടിസോറിയുടെ ഡിസ്കവറീസ് ആണ്. കുട്ടികളുടെ ഓട്ടോ എഡ്യൂക്കേഷൻ നടക്കുന്നതും അതേപോലെ അവർ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ മോണ്ടിസോറി കുട്ടികളെ ഒബ്സർവ് ചെയ്തതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ദിസ് റിസൾട്ട് ഇൻ ഹർ മെത്തേഡ്, ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റും. വിച്ച് എയിംസ് ടു ഡെവലപ്പ് ഹോൾ പേഴ്സണാലിറ്റി, ഇതുവഴി നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓഫ് ദ ബൈ കാറ്റലൈസിങ് ദ നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദം, നമുക്ക് കുട്ടികളിലെ നാച്ചുറൽ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡെവലപ്മെന്റ് ഓഫ് ദം ത്രൂ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ്, നമ്മൾ ഓരോ ആക്ടിവിറ്റീസിലൂടെയാണ് അല്ലെ മോണ്ടിസോറി മെത്തേഡും കാര്യങ്ങളും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് അല്ലെ. മോണ്ടിസോറി മെത്തേഡിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തു ജസ്റ്റ് ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിങ്ക് ടവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്, സെൻസോറിയൽ മെറ്റീരിയൽ ആണ്. സോ നമുക്കത് മാത്തമാറ്റിക്കൽ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. കൗണ്ടിങ്ങിന്റെ കേസിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും. ബിഗ് ഓർ സ്മോൾ കൺസെപ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഫൈൻ മോട്ടോർ സ്കിൽസ്, ആ ഒരു മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആക്കാൻ പറ്റുന്നു. ഡിഫറെന്റ് ടൈപ്സിൽ അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. കൺസ്ട്രക്റ്റീവ് സ്കിൽസും കാര്യങ്ങളും കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒറ്റ മെറ്റീരിയൽ ആണ്, പക്ഷെ ഒരുപാട് എന്താ പറയാ ആക്ടിവിറ്റി ഡെവലപ്മെന്റ് കുട്ടികളിൽ നടത്താൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെ.
അതുപോലെ ഓരോ മെറ്റീരിയൽസും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പിങ്ക് ടവർ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണെന്ന് വിചാരിക്കും. നമ്പർ റോഡ്സ് വെച്ച് നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാം അല്ലെ കുട്ടികളെ? അല്ലേ? ഓർമ്മയില്ലേ? മറന്നുപോയാ പ്രാക്ടിക്കൽ സെഷൻ? നമ്പർ റോഡ്സ് കൊണ്ട് കൗണ്ടിങ് പഠിപ്പിക്കാം. യൂണിറ്റ് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓഡ് നമ്പർ ഇവൻ നമ്പർ കൺസെപ്റ്റ് ആൻഡ് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ, അഡീഷൻ, ഇതെല്ലാം നമുക്ക് നമ്പർ റോഡ്സ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഒറ്റ മെറ്റീരിയലാണ്, പക്ഷെ ഡിഫറെന്റ് പർപ്പസ് ഉണ്ട് അതിന്. സോ ഇത്രയും നല്ല ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു കമ്പാരിസൺ ആണ് നോക്കിയത്. മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പറഞ്ഞത്. നമ്മള് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് 3 year സ്പാം ആണ് അല്ലെ? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാവല്ലോ, പറഞ്ഞേ. ഏത് ഇയർ മുതൽ ഏത് ഇയർ വരെയാണ്? 2.5 ഓക്കെയാണ്, പക്ഷെ 3 to 6 എന്നാണ് നമ്മൾ കോമൺലി പറയുന്നത്. 3 year സ്പാം ആണ്. 3 to 6 years ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇനി ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ എല്ലാ കുട്ടികളും സെയിം ഏജിലെ കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ വരുന്നത് അല്ലെ? ഇപ്പൊ LKG എന്ന് പറയുമ്പോൾ സെയിം ഏജ് ആയിരിക്കും. 4 years ഉള്ള കുട്ടികളായിരിക്കും LKG സെഷനിൽ വരുന്നത്. UKG വരുമ്പോൾ 5 years. ഇനി പ്രീകെജിയിലാണെങ്കിൽ 3 and above years ഉള്ള കുട്ടികളായിരിക്കും വരുന്നത് അല്ലെ? അപ്പൊ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുമ്പോൾ 3 year സ്പാം ആണ്. അവിടെ ഏജ് ഡിഫറൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ മോണ്ടിസോറി മെത്തേഡ് അൺഗ്രേഡഡ് ആണ്. ഗ്രേഡ് ഉണ്ടോ? KG, LKG, പ്രീകെജി അങ്ങനത്തെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ? ഗ്രേഡുകൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞ സമയത്ത് എന്താണ് പറയാ, ഓൾഡർ വൺസ് യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ യങ്ങർ വൺസ് ആണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓൾഡർ വൺസിനെ കണ്ടിട്ടാണ് യങ്ങർ വൺസ് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും പഠിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഓർമ്മയില്ലേ? കേട്ടില്ല നിങ്ങളതൊന്നും? ഒന്ന് തമ്പെങ്കിലായിരിക്കും ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അൺഗ്രേഡഡ് ആണ് എന്ന് വെച്ചാല് നമ്മുടെ മോണ്ടിസോറി മെത്തേഡില് എന്താണ് ഡിഫറെന്റ് ടൈപ്സ്, എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കുന്നത്. ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡ് ഗ്രേഡഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ പ്രീകെജി, LKG, UKG എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മള് മോണ്ടിസോറി മെത്തേഡില് ചിൽഡ്രൻസ് ലേൺ ബൈ ഹാൻഡ്ലിങ് ഒബ്ജക്ട്സ് ആൻഡ് ടീച്ചിങ് ദംസെൽഫ്. കുട്ടികളെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ അവർ സ്വയമേയാണ് പഠിക്കുന്നതെങ്കിൽ, ട്രഡീഷണൽ മെത്തേഡില് ടീച്ചേഴ്സ് ലെക്ചർ, ടീച്ചറാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ടീച്ചർ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാണ്? പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മള് മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ്. നമ്മൾ ഒരു മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, ട്രഡീഷണൽ മെത്തേഡില് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി ടോയ്സും കാര്യങ്ങളും പോലുള്ള അൺസ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത് അവിടെ. പ്ലേ മെറ്റീരിയൽസ് ഫോർ നോൺ സ്പെസിഫിക് സ്കിൽസിന് വേണ്ടിയിട്ടുള്ള പ്ലേ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് 5th പോയിന്റ്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. നമ്മൾ ഓരോ മെറ്റീരിയൽസും ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ഇപ്പൊ നമ്മൾ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം ചിലപ്പോൾ നമ്മൾ പിങ്ക് ടവർ യൂസ് ചെയ്ത് അത് അറേഞ്ച് ചെയ്യാനായിരിക്കും പഠിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ അത് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നു, കളർ സെൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, ഡിഫറെന്റ് രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ദെൻ ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് പഠിപ്പിക്കുന്നു, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കുന്നു. അപ്പൊ ഒരു മെറ്റീരിയൽ ആണ് സ്പെസിഫിക് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. അത് ഒരുപാട് രീതിയിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണ്. ഇനി ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരാണെങ്കിൽ, മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ മെനി വേ വിത്തൗട്ട് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ. പ്രീവിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോ രീതിയിലോ ഒന്നല്ല അവിടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അത് അവിടെ വിത്തൗട്ട് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ ഒന്നും നോക്കാത്ത രീതിയിൽ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മെറ്റീരിയൽസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
നമ്മള് മോണ്ടിസോറി മെത്തേഡിൽ കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സെൽഫ് എഡ്യൂക്കേഷൻ ആണ്. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്, നമ്മളുടെ മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണ് സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ് അല്ലെ. എറർ ഓഫ് കൺട്രോള്, മിക്ക മെറ്റീരിയൽസിലും എറർ ഓഫ് കൺട്രോൾ ഉണ്ട്, നമുക്ക് തന്നെ തെറ്റിദ്ധരുത്താനായിട്ട് പറ്റും. നമ്മള് ബ്രൗൺ സ്റ്റെയറിന്റെ കേസ് പറയുകയാണെങ്കിൽ എറർ ഓഫ് കൺട്രോൾ ആയിട്ട് നമുക്കൊരു സ്റ്റെയറും കൂടി എക്സ്ട്രാ ഉണ്ട്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എറർ ഓഫ് കൺട്രോൾ വരുന്നത് അല്ലെ. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇനി നമ്മൾ നോബിൾ സിലിണ്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ എറർ ഓഫ് കൺട്രോൾ അല്ല, എറർ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വയമേ അത് തിരുത്താനായിട്ടുള്ള ഇന്റൻഷനും കാര്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ സെൽഫ് എഡ്യൂക്കേഷൻ ആണ്, ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസിലൂടെയാണ് നമ്മൾ ഈ സെൽഫ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി ട്രഡീഷണൽ മെത്തേഡിൽ ഒരു പ്രത്യേകതയുണ്ട്, റിവാർഡ് കൊടുക്കുന്നുണ്ട് അല്ലെ. റിവാർഡും പണിഷ്മെന്റ്സും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ്. റിവാർഡും പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡ് ആണ്. സോ യൂസ് ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആസ് മോട്ടിവേഷൻ, അവിടെ മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ റിവാർഡും പണിഷ്മെന്റാ കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും കുഞ്ഞു കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കണ്ടേ, അത് നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കും. നമ്മള് ചില സ്കൂളുകളിൽ എന്താ പറയാ ഒരു ക്ലാസ് ടോപ്പറിനൊക്കെ ഒരു എന്താ പറയാ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുക്കും. ആ ഒരു മന്ത് ക്ലാസ് ടോപ്പർ ആണെങ്കിൽ ആ ബാഡ്ജ് ആ കുട്ടിക്ക് വിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മന്ത് ആരാണോ ക്ലാസ് ടോപ്പർ അല്ലെങ്കിൽ ടേം ടോപ്പർ ഒക്കെ ആവുമ്പോൾ ആ ബാഡ്ജ് ആ കുട്ടിക്ക് കൊടുക്കും പ്രൈസ് ഒക്കെ ആയിട്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോട്ടിവേഷന് പകരം ഡീമോട്ടിവേഷനും കൂടി സംഭവിക്കുന്നുണ്ട്. ഈ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മോട്ടിവേഷനേക്കാൾ കൂടുതൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വന്ന കുട്ടിയാന്ന് വിചാരിക്കും, ടോപ്പർ ഫസ്റ്റ്, അതിന് തൊട്ട് താഴെ വന്ന കുട്ടിക്ക് ഈ ബാഡ്ജ് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ അവൻ ഡീമോട്ടിവേറ്റ് ആയി, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ആ ബാഡ്ജും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഡീമോട്ടിവേഷൻ കുട്ടികളിൽ നോർമലി വരും. പക്ഷെ നമ്മള് മോണ്ടിസോറി മെത്തേഡില് എന്തോ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഈ റിവാർഡോ പണിഷ്മെന്റും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. റിവാർഡും കൊടുക്കുന്നില്ല, പണിഷ്മെന്റും കൊടുക്കുന്നില്ല. ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്. ഓരോ കുട്ടീനനുസരിച്ചും ആ കുട്ടിയുടെ ലേണിങ്ങിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്. ഇവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലി അറ്റൻഷനും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി മോണ്ടിസോറി മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത് ആരാണ്? ചൈൽഡ്. സോ ചൈൽഡിന് തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ടീച്ചേഴ്സ് ആണ് ഈ കരിക്കുലവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ചൈൽഡ് സെറ്റ് ഓൺ സ്പേസ് എന്ന് വെച്ചാൽ കുട്ടിയുടേതായ സ്പേസും കാര്യങ്ങളൊക്കെ കുട്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ചൈൽഡ് ഫ്രീ ടു ഡിസ്കവർ ഓൺ ഹിസ് ഓൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്ത് സ്വയമേ ആണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത ടീച്ചേഴ്സിന്റെ ഗൈഡൻസിലൂടെ അല്ല ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്യുന്നത്. അവൻ ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യുന്നതായാലും ഡിസ്കവർ ചെയ്യുന്നതും സ്വയമേ ആണ്. ഡിസ്കവർ ഹിസ് ഓൺ ആണ്, സ്വയമേ ആണ് ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്യുന്നത്. അതിനുള്ള ഫ്രീഡം നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നുണ്ട്. സോ കുട്ടികൾക്ക് വേണ്ട എൻറ്റയർ ഫ്രീഡം കിട്ടുമ്പോൾ കുട്ടികൾ ഓരോ കാര്യങ്ങളും അവർ സ്വയമേ ഡിസ്കവർ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ ഗൈഡ് ദ ചൈൽഡ്, എല്ലാ കാര്യത്തിനും ഗൈഡൻസ് ആര് കൊടുക്കും? ടീച്ചർ കൊടുക്കൂലേ? അതൊരു പ്രശ്നമാണ് കേട്ടോ. Then the child completes cycle of activity and few interruptions. ഇനി സപ്പോസ് ആ കുട്ടി തന്നെയാണ് സ്വയമേ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് മാത്രമാണ് ആര് ചെയ്യുന്നത്? കറക്റ്റ് മാത്രമാണ് ടീച്ചർ ചെയ്യുന്നത്. ജസ്റ്റ് ഫ്യൂ ഇന്ററപ്ഷൻ മാത്രമാണ് ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഞാൻ ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കുട്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവനത് ഹെൽപ്പ് വേണമെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അവനത് ഹെൽപ്പ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ സൂപ്പർവൈസ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് സൂപ്പർവിഷനും കാര്യങ്ങളും മാത്രം നടത്തുന്നുള്ളൂ. പക്ഷെ ടീച്ചറാണ് സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ തെറ്റിദ്ധരുത്തുന്നത് ആരാണ്? ടീച്ചറാണ് അല്ലെ. ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്ററപ്ഷനും ടീച്ചേഴ്സ് കറക്റ്റ് ദ എറേഴ്സ്, ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യും. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾ സ്വയമേ ആണല്ലേ കറക്റ്റ് ചെയ്യുന്നത്. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾക്ക് കൂടുതലുള്ളത്. സ്വയമേ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ കൂടുതലായിട്ടുള്ളത്. Then freedom to move and work within the classroom.
കുട്ടികൾക്ക് ഫ്രീഡം ടു മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. മോണ്ടിസോറി ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. മെറ്റീരിയൽസ് പോയി സെലക്ട് ചെയ്യാനും അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും എവിടെ വേണമെങ്കിലും നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ എൻവയോൺമെന്റ് അകത്ത് എവിടെ വേണമെങ്കിലും അവർക്ക് നടക്കാനും മൂവ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം ആര് കൊടുക്കുന്നുണ്ട്? നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ഫ്രീഡം ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ കുറച്ചു നേരം വരാന്തയിൽ വന്ന് കുറച്ചു നേരം നിൽക്കാം. അത് വരാന്തകളും ഗാർഡനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. കുറച്ച് ടൈം ഗാർഡനിൽ പോയി സ്പെൻഡ് ചെയ്യാം. അപ്പൊ അവർക്ക് എൻവയോൺമെന്റ് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എൻവയോൺമെന്റിന്റെ ആ കാംനെസ്, സൈലൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് ചെറുപ്പത്തിലേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമ്മൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡ് കൊടുക്കുന്നുണ്ടോ ഫ്രീഡം? എന്റെ അഭിപ്രായത്തിൽ ഇല്ല. ഉണ്ടോ നിങ്ങക്ക്? ഓക്കെ, 10% ഫ്രീഡം എന്ന് പറയുമ്പോഴേ ജസ്റ്റ് അവർക്ക് സീറ്റിൽ എഴുന്നേക്കണമെങ്കിൽ പോലും, ഞാനിപ്പോ CBSE സ്കൂൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ അടുത്തൊരു സ്കൂൾ ഉണ്ട്. അവിടെ കുട്ടിക്ക് എഴുന്നേക്കാൻ സ്വയമേ അവൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്ന് എഴുന്നേക്കാൻ പോലും അവിടെ അലൗഡ് അല്ല. ഫുൾ സ്ട്രിക്റ്റ് ആണ്. അത്യാവശ്യം നല്ല അത്യാവശ്യം അവർ വിചാരിക്കുന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രിക്ട്നെസ് ഡിസിപ്ലിനിലൂടെ അവർ തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത്. ആ സ്ട്രിക്ട്നെസ്സിലൂടെ അവർ കൺട്രോൾ ചെയ്യാം. ഒന്ന് ജസ്റ്റ് എഴുന്നേക്കണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം അവിടെ എഴുന്നേക്കാൻ. എന്നിട്ട് വേണം ടീച്ചറിനോട് കാര്യങ്ങൾ പറയാൻ. അപ്പോ എന്താണ് നമുക്ക് കുട്ടികൾക്ക് എന്തില്ല? ഫ്രീഡം ഇല്ല. അസൈൻഡ് സീറ്റ് ആൻഡ് സ്പെസിഫിക് ക്ലാസ് പീരീഡ്. ഓരോ കുട്ടിയും ഓരോ സീറ്റ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് ആ കുട്ടിക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല ട്രഡീഷണൽ മെത്തേഡിൽ. ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡ്. ഓരോ കുട്ടിയും ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാണ്, അല്ലെ? ഇൻഡിവിജ്വലി ലേൺ ചെയ്യാണ്. ഓരോ മെറ്റീരിയൽസും ചിലപ്പോൾ ഒരു കുട്ടി ഫാസ്റ്റ് ആയിട്ട് ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്ത് അവൻ ഫാസ്റ്റ്ലി ലേൺ ചെയ്യും. ചില കുട്ടികൾ ചിലപ്പോൾ സ്ലോ ആയിരിക്കും. ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്, അല്ലെ? ഓക്കെ, ഓരോ കുട്ടിയെയും അല്ല നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്, ഗ്രൂപ്പായിട്ട് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് അറ്റ് എ ടൈം നമ്മൾ ലെക്ചർ എടുത്തു കൊടുക്കുകയാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടേണ്ട ടൈമും കൂടി, എസ്പെഷ്യലി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ടൈമാണ് 3 to 6 years എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ടൈമാണ്. പക്ഷെ ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. സോ മോണ്ടിസോറി മെത്തേഡിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ എന്താണ്? ഗ്രൂപ്പ് ലേണിംഗ് ആണ് ഇത് ചെയ്യുന്നത്. എംഫസൈസ് ഓൺ കോൺക്രീറ്റ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നെങ്കിൽ. എംഫസൈസ് ഓൺ അബ്സ്ട്രാക്ട്, നമ്മളത് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെയാണ് ഇവര് എംഫസൈസ് ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ അവരുടെ റിസൾട്ടിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? ഇനി മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിയാലിറ്റി ഓറിയന്റഡ് ആണ്. റിയൽ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ റിയാലിറ്റി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ കുറച്ചും കൂടി കുട്ടികൾ റിയാലിറ്റി ആയിട്ട് കുറച്ചും കൂടി എന്താണ് അറ്റാച്ച്ഡ് ആയിരിക്കും. അവര് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണുന്നത് തന്നെയാണ് അവര് പുറത്തു വന്നു കഴിഞ്ഞാല് നോർമൽ വേൾഡിലും കാണുന്നത്. സോ അവർക്ക് പെട്ടെന്ന് റിയാലിറ്റി ആയിട്ട് അറ്റാച്ച്ഡ് ആവാനായിട്ട് പറ്റും. ബട്ട് മച്ച് റോൾ പ്ലേ ആൻഡ് ഫാന്റസി. നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ഈ ഒരു ഏജിലെ കുട്ടികൾക്ക് റോൾ പ്ലേ, ഫാന്റസി, ഇമാജിനേറ്റീവ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കൂടുതലായിട്ടും. അപ്പൊ അവർക്ക് അത്ര റിയാലിറ്റി ആയിട്ട് അറ്റാച്ച്ഡ് ആവണം എന്നില്ല. സ്പെസിഫിക് പ്ലേസ് ഫോർ മെറ്റീരിയൽസ് ആൻഡ് സെൻസ് ഓഫ് ഓർഡർ. നമ്മൾ ലവ് ഓഫ് ഓർഡർ ഒക്കെ പറഞ്ഞു അല്ലെ? മോണ്ടിസോറി മെത്തേഡിന്റെ, മോണ്ടിസോറിയുടെ ഫസ്റ്റ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ഡിസ്കവറി ആണ് ലവ് ഓഫ് ഓർഡർ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ മെറ്റീരിയൽസിന് അതിൻ്റെതായ പ്ലേസും കാര്യങ്ങളും ഉണ്ട്. സെൻസ് ഓഫ് ഓർഡർ, ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണോ? ടീച്ചേഴ്സ് ആണോ ഓർഡർ കീപ്പ് ചെയ്യുന്നത്? അല്ല. ആര് തന്നെയാണ്? കുട്ടികൾ തന്നെയാണ് ആ ഓർഡർ കീപ്പ് ചെയ്യുന്നത്. സോ അവർ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ട്രഡീഷണൽ മെത്തേഡില് നമ്മൾ പറയുകയാണെങ്കിൽ റാൻഡം പ്ലേസ്മെന്റ് നോട്ട് നെസസറി ടു സ്പെസിഫിക് പ്ലേസ്. എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ പ്ലേസോ അങ്ങനെ ഒന്നുമില്ല. റാൻഡം ആയിട്ട് എല്ലാം പ്ലേസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് പ്ലേസോ അതിന്റെ ഒരു ഓർഡറും കാര്യങ്ങളും
ട്രഡീഷണൽ മെത്തേഡിൽ ഇല്ല. റെക്കഗ്നേഷൻ ഓഫ് സെൻസിറ്റീവ് പീരീഡ് എന്ന് വെച്ചാല് കുട്ടികളുടെ ഓരോ സെൻസിറ്റീവ് ആക്ഷൻസും കാര്യങ്ങളും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾ ചിൽഡ്രൻസ് ട്രീറ്റഡ് അലൈക്ക്, എല്ലാ കുട്ടികളെയും ഒരേപോലെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കെയർ ചെയ്യുന്നുണ്ട്, ഓരോ കുട്ടിയുടെയും നീഡ്സും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ ഗ്രൂപ്പ് ആയിട്ടാണ് എല്ലാ കുട്ടികളെയും ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അവരുടെ നീഡ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ദെൻ എംഫസൈസ് ഓൺ മോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വിജ്ഞാനപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഈ മെറ്റീരിയൽസിലൂടെ പഠിപ്പിക്കുന്നത് അല്ലെ. കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്റലക്ച്വൽ പവർ, ഇന്റലക്ച്വൽ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാണ് കുട്ടികളിൽ. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ ജസ്റ്റ് സോഷ്യൽ ഡെവലപ്മെന്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് മാത്രമാണ് ട്രഡീഷണൽ മെത്തേഡിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ക്വൈറ്റ് ബൈ ചോയ്സ് ഔട്ട് ഓഫ് റിഗാർഡ് ഫോർ അതേഴ്സ്. നമ്മളിവിടെ ക്വൈറ്റ് ആയിരിക്കും, സൈലൻസ് ആയിരിക്കും. ലവ് ഓഫ് സൈലൻസ് നമ്മൾ പഠിച്ചില്ലേ? മോണ്ടിസോറി മെത്തേഡിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ തന്നെയാണ് എന്ത്, ലവ് ഓഫ് സൈലൻസ്. നമ്മുടെ കുട്ടികൾ ഭയങ്കര ക്വൈറ്റ് ആയിരിക്കും അല്ലെ. സൈലൻസ് ഗെയിം ഒക്കെ നമ്മളുടെ പാർട്ടാണ്. സോ ലവ് ഓഫ് സൈലൻസ് ആയിരിക്കും. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ സൈലൻസ് എന്ന് പറയുന്നത് ഇമ്പോസ് ചെയ്യുന്നതാണ്, കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്, എൻഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ കുട്ടികളോട് പറയും മിണ്ടരുത്, സൈലന്റ് ആയിട്ടിരിക്കും എല്ലാവരും, വാൺ ചെയ്ത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടാണ് ടീച്ചർമാര് സൈലൻസ് ഫോളോ ചെയ്യുന്നത്. എൻവയോൺമെന്റ് പ്രൊവൈഡ് ഡിസിപ്ലിൻ, കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നതിലൂടെ ആ ഒരു എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുന്നതാണ് കാണുന്നത്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചറാണ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യിപ്പിക്കുന്നത്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യിപ്പിക്കുന്ന ആരാണ്? ടീച്ചറാണ്. ടീച്ചർ പ്രൊവൈഡ്സ് ഡിസിപ്ലിൻ, ടീച്ചറാണ് സ്ട്രിക്ട്ലി കുട്ടികളെല്ലാവരും ഡിസിപ്ലിൻ ആണോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ദെൻ മോട്ടിവേറ്റ് ബൈ സെൽഫ് ഡെവലപ്മെന്റ്, മോണ്ടിസോറി മെത്തേഡിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് സെൽഫ് ഡെവലപ്മെന്റിലൂടെയാണ്. കുട്ടി ഒരു കാര്യം, ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവൻ സെൽഫ് മോട്ടിവേറ്റഡ് ആവാണ്, അവനെ കൊണ്ട് പറ്റി, അവനെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളും കുട്ടികൾക്ക് വരാണ്. സെൽഫ് മോട്ടിവേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡിന്റെ വൺ ഓഫ് ദ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഗുഡ് ആണ് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. ടീച്ചർ എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റ് ആണ് ചെയ്യുന്നത്. ഇനി മോണ്ടിസോറി മെത്തേഡിൽ നമ്മളുടെ റോള്, നമ്മളുടെ ഫെസിലിറ്റേഴ്സിന്റെ റോൾ എന്താണ്? ഒബ്സർവർ ആണ്. ചില കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് മാത്രം കൊടുക്കുക. ഡയറക്ടറും ഒബ്സർവർ ആണ് ആര്? നമ്മൾ ഓരോരുത്തരും. പക്ഷെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറാണ് ഫോക്കൽ പോയിന്റ്, എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള കേന്ദ്ര ബിന്ദു ആരാണ്? ടീച്ചറാണ്. ടീച്ചറുടെ നോളജ് ലെവലിൽ നിന്നാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, ടോപ്പിക് കവർ ചെയ്യുന്നില്ല. ഡൊമിനന്റ് ഇൻഫ്ലുവൻസ്, ടീച്ചറിന് നല്ല രീതിയിൽ കുട്ടികൾ നല്ല ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ടാവും. ദെൻ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് അത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൻസ് ഓഫ് ഡിസ്കവറി, ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ വർക്ക് ബിക്കോസ് ദേ ആർ ടോൾഡ് ടു, ടീച്ചർ എന്താണോ പറഞ്ഞിരിക്കുന്ന വർക്ക് അത് മാത്രമായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്, അതിന് കൂടുതലൊന്നും ചെയ്യാറില്ല. അപ്പോ ട്രഡീഷണൽ മോണ്ടിസോറി മെത്തേഡിൽ അവര് ഓരോ വർക്കും ചെയ്യുന്നത് അത്ര ഹാപ്പിനെസ്സോട് കൂടി, ഒരു സെൻസ് ഓഫ് ഡിസ്കവറി, ഓരോ വർക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ബട്ട് ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ പറഞ്ഞ ആക്ടിവിറ്റി മാത്രം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മോണ്ടിസോറി മെത്തേഡിൽ എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ, നമ്മൾ ഹെൽപ്പിംഗ് ഹാബിറ്റ്, മോറൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്? ട്രഡീഷണൽ മെത്തേഡ്, സോറി മോണ്ടിസോറി മെത്തേഡ്. ബട്ട് ട്രഡീഷണൽ മെത്തേഡിൽ ഇവിടെ ഹെൽപ്പ് നമ്മൾക്ക് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ടീച്ചർ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതോ അതൊന്നും ട്രഡീഷണൽ മെത്തേഡിൽ എന്തല്ല, പെർമിറ്റഡ് അല്ല. അപ്പൊ ടീച്ചർ മാത്രമായിരിക്കും ട്രഡീഷണൽ മെത്തേഡിൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ഈ ചാപ്റ്റർ പഠിക്കുമ്പില്ലേ ഈസി ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ 2 പോയിന്റും ഇല്ലേ, ഫസ്റ്റ് ആദ്യം 3 years ഓഫ് സ്പാം ഇവിടെ വായിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പോയിട്ട് ഇവിടെ ഓൾ 1 age വായിക്കണം. ദെൻ അൺഗ്രേഡഡ് ആണെങ്കിൽ കമ്പാരിസൺ ആണല്ലോ, ഗ്രേഡഡ് വായിക്കണം. അവിടെ
ചിൽഡ്രൻ ലേൺ ബൈ ഹാൻഡ്ലിംഗ് ഒബ്ജക്ട് ആൻഡ് ടീച്ചിങ് ദംസെൽഫ് ആണെങ്കിൽ നെക്സ്റ്റ് ടീച്ചിങ് ലെക്ചേഴ്സ് ആണ്. അങ്ങനെ കമ്പയർ ചെയ്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ ഒരു മെത്തേഡ്. ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. അങ്ങനെ കമ്പയർ ചെയ്ത് ജസ്റ്റ് പേജസ് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളൂ, പക്ഷെ എളുപ്പമായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, ചെയ്യട്ടാ. വായിച്ചു നോക്കിയിട്ട് പറയണേ. ഞാൻ ലെഫ്റ്റ് ആവുന്നേ. ഓക്കേടാ, താങ്ക് യു. എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്ത് നോക്കിയോ? ഞാൻ ഇനി നമ്മള് വൈബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്ന സമയത്ത് ആരൊക്കെ വൈബ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓക്കെ, രേഷ്മ, സോറി രേഷ്മയാണ്. ഓക്കെ, രേഷ്മ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ബാക്കി കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ ലൈവ് വൈവേ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ബാക്കിയുള്ളവരെല്ലാവരും അല്ലെ? ഓൺലൈനായിട്ട് വൈവേ അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. സോ നിങ്ങൾ വൈവേ ഇടുന്ന സമയത്ത് ആ സ്ലോട്ടിൽ മാക്സിമം വൈവേ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് സ്ലോട്ട് ഇടുമ്പോൾ മിക്കവാറും ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും. ആ ഫീസ് ഒക്കെ പെൻഡിങ് ഉള്ളവർക്ക് ചിലപ്പോൾ സ്ലോട്ട് ഇടാൻ വൈകായിരിക്കും, പേ ചെയ്തതിന് ശേഷമായിരിക്കും. അല്ലാത്ത പക്ഷം ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും നമുക്ക് സ്ലോട്ട് വരുന്നത്. ഓക്കെ, ദെൻ
നമ്മൾ സ്ലോട്ട് ഇടുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ വൈവ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ഒറ്റ പ്രാവശ്യമേ നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റൻഡ് ചെയ്തില്ലാത്ത പക്ഷം നമുക്ക് ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ സപ്പോസ് പ്രിയ വൈവ സ്ലോട്ട് ഇട്ട സമയത്ത് മേ ബി അറ്റൻഡ് ചെയ്തില്ല, പിന്നെ സ്ലോട്ട് ഇടുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു, ചിലപ്പോൾ അവർ ഇടില്ല, പിന്നെയും മോൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് സ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മോൻ ഫൈൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ സ്ലോട്ട് ഇടുന്ന സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വൈവ അറ്റൻഡ് ചെയ്യണം. വൈവ സിമ്പിൾ ആണ്, 10 മിനിറ്റ് ഒരു 15 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് എന്ത് വൈവ എന്ന് പറയുന്നത്. ഓക്കെ, 15 മിനിറ്റ്സ് മതി. വൈവയുടെ സമയത്ത് നമ്മൾ 5 റെക്കോർഡ്സും ടീച്ചേഴ്സിന് പ്രസന്റ് ചെയ്യണം, ടീച്ചറിനെ കാണിച്ചു കൊടുക്കണം. 5 റെക്കോർഡ്സ് എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം കേട്ടോ, ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കണം. അത് നമ്മൾ ബാക്ക് ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ ഫോണിൽ ബാക്ക് ക്യാമറ ഉണ്ട്. ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് വേണം വൈവയുടെ സമയത്ത് എന്ത് ചെയ്യാനായിട്ട്, ആ റെക്കോർഡ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനായിട്ട്. ബാക്ക് ക്യാമറ എല്ലാവരും ഒന്ന് ഓൺ ചെയ്തൊക്കെ നോക്കിയൊന്ന് ബാക്ക് ക്യാമറ. നമുക്ക് ഈ ഫോൺ കയ്യിലെടുത്തിട്ട് ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേജസ് ഇങ്ങനെ മറച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പോ നിങ്ങൾ റെക്കോർഡ് സൈൻ ചെയ്തവരാണെങ്കിൽ പോലും റെക്കോർഡ് സൈൻ ചെയ്തതിന്റെ പേജും ലാസ്റ്റ് പേജും അതൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. കേട്ടല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആക്ഷൻ റൈം ബുക്ക് ആണെങ്കിൽ ഫസ്റ്റ് ആൽഫബറ്റ് സോങ് ആണ് അല്ലെ, ആൽഫബറ്റ് സോങ്, നമ്പർ സോങ്, അങ്ങനെ ഓരോ സോങ്സ് വന്നിട്ട് ലാസ്റ്റ് ഏറ്റവും അവസാനം വരുന്നത് പ്രയർ സോങ് ആണ് അല്ലെ. ആ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ തന്നെ ഈ വൈവേക്ക് ഇരിക്കുന്ന ടീച്ചർമാരുടെ കയ്യിലും ആ ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ അല്ലെ? അപ്പൊ ആ ലിസ്റ്റ് ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ റെക്കോർഡ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വൈവേക്ക് പ്രസന്റ് ചെയ്യാൻ. അതേപോലെ തന്നെ അപ്പാരറ്റിക്സ് റെക്കോർഡിൽ നമ്മൾ പിക്ചേഴ്സും കൂടി പേസ്റ്റ് ചെയ്യണം. നമുക്ക് പിക്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തന്നിട്ടില്ലേ? അത് കളർ പ്രിന്റോ സ്മോൾ സൈസിലായിട്ടോ നമ്മൾ കളർ പ്രിന്റ് എടുത്ത് നമ്മളുടെ ആ റെക്കോർഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു സൈസിൽ വേണം പ്രിന്റ് എടുക്കാൻ. എന്നിട്ട് അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ദെൻ ബാക്കി എല്ലാത്തിലും അത്യാവശ്യം പിക്ചേഴ്സ് ഒക്കെ ഉള്ള ഇതുണ്ടായിരുന്നു, റെക്കോർഡ് ഉണ്ടായിരുന്നു. ആൽഫബറ്റ് സോങ്ങില്, സ്റ്റോറീസില്, പിക്ടോറിക്കൽ സ്റ്റോറീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ മാക്സിമം പിക്ചേഴ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോ നമ്മൾ വൈവേ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാല് വൈവേ എടുക്കുന്ന ടീച്ചറിനെ ഇംപ്രസ് ചെയ്യുക എന്നതാണ് അല്ലെ. അപ്പൊ ഞാൻ തന്നെ ആവണമെന്നില്ല വൈവ എടുക്കുന്നത്, മറ്റു ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ആ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വൈവ എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വിഷ് ചെയ്യുക. നമ്മൾ റെക്കോർഡ്സും കാര്യങ്ങളും പറയുമ്പോൾ അതെല്ലാം കാണിച്ചു കൊടുക്കുക. നല്ല കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക, അത് വൈവയുടെ സമയത്ത് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. വൈവേ വോയിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വൈവയുടെ ടൈമിൽ പെർഫോം ചെയ്തത്, ഓവറോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഓരോന്നായിട്ട് പറയാം. നമുക്ക് വൈവേ എന്ന് പറയുമ്പോൾ 6 ഹെഡ്സ് ആണ് വരുന്നത്. ഇപ്പൊ ഈ സ്ലോട്ട് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫൈൻ അടയ്ക്കണോ? ഇല്ല, എമർജൻസി വന്നിട്ടാണെങ്കിൽ നിങ്ങൾ സ്ലോട്ട് ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ സ്ലോട്ട് ഇടുന്ന മാമിനോട് പറയാം, മിസ് മാം എനിക്ക് ഇന്ന് എമർജൻസി ഉണ്ട്, എനിക്കിന്ന് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്റെ സ്ലോട്ട് മറ്റാർക്കെങ്കിലും കൊടുത്തോ എന്ന് പറയണം. കേട്ടോ? നേരത്തെ നമുക്കറിയാൻ പറ്റൂലേ, അത് ഇൻഫോം ചെയ്യാം. പിന്നെ ഈ നമ്മുടെ ഈ അപ്പാരറ്റസ് റെക്കോർഡ് ഇല്ലേ, അതിനകത്ത് ബീഡ് സ്ട്രിങ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ബീഡ് ഫ്രെയിം അങ്ങനെ 2-3 എണ്ണം. അപ്പൊ അതാ സ്ട്രിങ് നമ്മളപ്പോ എവിടെ ഒട്ടിക്കണ്ടേ? സ്ട്രിങ്സ് ആണോ? ബീഡ്സ് 3 എണ്ണം വന്നിട്ടുണ്ടാവും അല്ലെ, 3 പിക്ചേഴ്സ് വന്നിട്ടുണ്ടാവും. അതാണ് ബീഡ് സ്റ്റെയർ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ഏരിയയിൽ തന്നെ. ഇല്ല, ബീഡ് സ്ട്രിങ്ങിന്റെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ബീഡ്സിനൊന്നും തന്നിട്ടില്ല. ഇല്ല. നിങ്ങക്ക് പേര് പ്രിന്റ് ചെയ്തിട്ടുള്ള പിക്ചർ ആണോ? അതും 2 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നു. 2 ഉണ്ട്. ബീഡ്സിന്റെ പേര് പ്രിന്റ് ചെയ്തുകൊണ്ട് അല്ലാത്തതുണ്ട് അല്ലെ. അത് ബീഡ് സ്റ്റെയറിന്റെ ഒക്കെ പോർഷനിലായിട്ട് ഒട്ടിച്ചാൽ മതി. ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്, എന്റെ റെക്കോർഡ് നോക്കട്ടെ കേട്ടോ. 1 മിനിറ്റ് നോക്കട്ടെ. സ്കാൻഡ് കോപ്പി എന്തെങ്കിലും കിടക്കുന്നത് പിക്ചേഴ്സ് കാര്യങ്ങൾ.
എടാ ഇതില് ബീഡ്സ് ഫ്രെയിം വന്നിട്ടില്ലേ? ബീഡ്സ് ഫ്രെയിം, ആ ബീഡ്സ് ഫ്രെയിമിന്റെ ഒക്കെ അടുത്തായിട്ട് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കഴിഞ്ഞ് ബോർഡ് കഴിഞ്ഞ് പിന്നെ ബീഡ്സ് ഫ്രെയിം വരില്ലേ? ആ ഒരു സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ബീഡ് സ്റ്റെയർ, സ്മോള് ബീഡ്സിന്റെ ഫ്രെയിം, ബിഗ്, അതല്ലേ വന്നിരിക്കണേ? ഇല്ല, ബീഡ് സ്ട്രിങ് മാത്രമേ തന്നിട്ടുള്ളൂ. അവിടെ ബീഡ്സ് പിരമിഡ്, ബീഡ് സ്റ്റെയർ, ആ ഒരു ഏരിയയില് ബീഡ്സ് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. എടാ ആ ഒരു ഏരിയയിൽ പേസ്റ്റ് ചെയ്താൽ മതി. ആ ടെന്നിന്റെയും ആ 100ന്റെയും 1000ന്റെയും അങ്ങനത്തെ സ്ട്രിങ്സ് ആണോ? നോക്കട്ടെ, ഞാൻ കണ്ടേ. ആ ഓക്കെ ഓക്കെ, ആശ്മി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ പിൻ ചെയ്തേടാ. ക്ലിയർ ആയടാ? ഓക്കെ, താങ്ക്സ് ആശ്മി. ഓക്കെ, അപ്പൊ അത് പേസ്റ്റ് ചെയ്തതിനു ശേഷം പേസ്റ്റ് ചെയ്യാം. റെക്കോർഡ്സ് നമുക്ക് 5 റെക്കോർഡിനും ഓരോ റെക്കോർഡിനും 20 മാർക്സ് വീതമാണ്. ഓക്കെ, ഓരോ റെക്കോർഡിനും 20 മാർക്സ് വീതമാണ്. 5th റെക്കോർഡ് മാത്രമാണ് നിങ്ങൾ കോപ്പി ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ റെക്കോർഡും നിങ്ങൾ സ്വയമേ പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ ഈ സ്വയം പ്രിപ്പയർ ചെയ്ത റെക്കോർഡുകൾ നിങ്ങൾ ഓൺ ക്രിയേഷൻസ് ഉണ്ടെങ്കിൽ, ആക്ഷൻ സ്റ്റോറീസ്, ആക്ഷൻ സോങ്സ്, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? മാക്സിമം. അപ്പൊ അത് നമ്മൾ പറയാം മാമിനോട്. വൈവ് എടുക്കുന്ന ആരാണോ അവരോട് പറയാം, മാം ഞാൻ സോങ്സ് ഒക്കെ ഞാൻ സ്വയമേ ചെയ്തതാണ് എന്നുള്ളത്. പിന്നെ കളക്ഷൻ ബുക്കും കാര്യങ്ങളും പ്രസന്റ് ചെയ്യാം. പസിൽസ് ബുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് 100 മാർക്കാണ്. അത് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഹെഡിന് കീഴിലാണ് ഈ ഒരു 100 മാർക്ക് വരുന്നത്. റെക്കോർഡിന്റെ സെഷൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് ഹെഡ് ആണ് ടീച്ചിങ് എയ്ഡ് ക്രാഫ്റ്റ്. ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വരുന്ന അടുത്ത ഹെഡ്. ഞാൻ ടീച്ചിങ് എയ്ഡ് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് മുതൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജോമെട്രിക്കൽ സോളിഡ്സ് വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതല്ലേ ചെയ്തിരിക്കുന്നേ? ഈ ജോമെട്രിക് സോളിഡ്സ് ചാർട്ടിൽ ഒട്ടിച്ചാലും മതിയല്ലേ മാം? മതിയേടാ, നിങ്ങൾ കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാട്ടോ. ഈ ലാസ്റ്റ് ഒരു ലിസ്റ്റ് ഇട്ടപ്പോഴേ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ ചെയ്യണ്ടേ? ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഇല്ലേ? റെക്ടാങ്കിൾ, ഐസോസ്ലെസ് ട്രയാങ്കിൾ, എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ജിഷ മിസ്സിനോട് ഒന്ന് പറയുകയാണെങ്കിൽ മിസ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നൈറ്റ് ക്ലാസ് വെച്ചപ്പോ മാം പറഞ്ഞായിരുന്നു ഇതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ ചെയ്യണം. അത് അന്നത്തെ ക്ലാസ് ഒന്ന് കാണാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. കട്ട് ചെയ്തെടുത്താൽ മതി. ചാർട്ടിലോ അത്യാവശ്യം കാലമുള്ള ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ് നമുക്ക് നോക്കാനുണ്ട്. ഇപ്പൊ മെറ്റീരിയൽ നമ്മുടെ എന്താണ് മനസ്സിലായില്ല? ചാർട്ടാണ് പറഞ്ഞത്? അല്ല, ചാർട്ടല്ല, ഞാൻ അല്ലാതെ കട്ട് ചെയ്തെടുത്തത്. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ പ്രസന്റ് ചെയ്യാട്ടെ. 1 മിനിറ്റ്. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് അല്ലേ? ഇതാണ് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസിൽ വരുന്നത്. റോസ് ഇതില് ട്രയാങ്കിളിൽ വരുന്നതുണ്ട്, പിന്നെ 2 റെക്ടാങ്കിൾ ഷേപ്സിൽ വരുന്നുണ്ട്. ഇങ്ങനെ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് ആണ്. ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ് അതിൽ വരുന്നത്. മിസ്സിന്റെ മാമിന്റെ ക്ലാസ് കുറച്ച് നന്നായിട്ട് നോക്കിയാൽ മതി കേട്ടോ. ചിലപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. വൈവേ തുടങ്ങുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാന്നുള്ളത്. പക്ഷെ വൈവേ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്നായിരിക്കും ഈ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ വൈവേ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടീച്ചിങ് എയ്ഡ് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ടീച്ചിങ് എയ്ഡ് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു റൂമിലായിരിക്കുമല്ലോ വൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അല്ലെ? സോ നമ്മൾ ആ റൂമിൽ നല്ല രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത്, മേ ബി ബെഡിലായിരിക്കും നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മൾ ആ ക്യാമറ എടുത്ത് മാം ഞാൻ മെറ്റീരിയൽസ് ആണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അതൊന്ന് ബാക്ക് ക്യാമറയിൽ എല്ലാ മെറ്റീരിയൽസും ഓവറോൾ പെട്ടെന്ന് തന്നെ കാണിക്കാനായിട്ട് നോക്കണം.
ഓരോന്നും നമ്മൾ കയ്യിലെടുത്ത് കാണിക്കില്ലേ, അങ്ങനെ ചെയ്യരുത്. എല്ലാ മെറ്റീരിയൽസും ഒരുമിച്ച് അറ്റ് ടൈം തന്നെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓവറോൾ വ്യൂ കൊടുക്കണം. മനസ്സിലായോ? ഓരോന്നും എടുത്ത് കാണിക്കുമ്പോൾ ടീച്ചർമാർക്ക് ഡൗട്ട് വരും, മിസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ കുറവ് മെറ്റീരിയൽസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കൂടി ഒരുമിച്ച് കാണിച്ചു കൊടുക്കാൻ നോക്കുക. ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മളിപ്പോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ ചെയ്തപ്പോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് കാണിച്ചതല്ല. അങ്ങനെ ചെയ്ത് കാണിക്കുക. എല്ലാ മെറ്റീരിയൽസും അറേഞ്ച് ചെയ്യുക. ഫ്രെയിംസ്, അതിന് തൊട്ടുപുറത്തായിട്ട് നമ്മുടെ പിങ്ക് ടവർ, അങ്ങനെ എല്ലാ മെറ്റീരിയൽസ് ചാർട്ടുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു സമയത്ത് ഒരുമിച്ച് അത് കാണിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഇംപ്രഷൻ കിട്ടും, ആയിക്കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇംപ്രഷൻ വരും. ഓക്കെ അല്ലേ? ഞാൻ ഈ ട്രയാങ്കിൾ ചെയ്ത് ഒന്ന് കാണിച്ചു നോക്കി, ഇങ്ങനെ ആണോന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, കാണിച്ചോ. കുഴപ്പമില്ല. പേര് എഴുതിയിട്ടുണ്ട്. എന്താണ്? പേപ്പർ കൊണ്ടാണോ ചെയ്തത്? പേപ്പർ കൊണ്ടാണോ മിസ് അത് ചോദിച്ചത്? ഇത് ചെയ്തത് ചാർട്ടാണോ? പേപ്പറിലല്ല ചെയ്ത്, ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡിനകത്താ ചെയ്തത്. ഓക്കെ, താങ്ക് യു. പേപ്പർ പെട്ടെന്ന് കേടുപാട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാം കാർഡ്ബോർഡ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതില് ചാർട്ട് പേപ്പർ ഇങ്ങനെ മതി, അതല്ലേ മതി, നല്ലതാ. ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചിങ് എയ്ഡും ക്രാഫ്റ്റ് മെറ്റീരിയൽസിന്റെ കാര്യം മനസ്സിലായി. എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. നമുക്ക് 20 മെറ്റീരിയൽസ് നമുക്ക് ആ ലിസ്റ്റിലുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ചിലപ്പോ ചില ടീച്ചേഴ്സ് ചിലപ്പോ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അത് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം, ആ വൈവയുടെ സമയത്ത് പ്രസന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? എത്ര മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ടോ അത്രയും മെറ്റീരിയൽസ്, പിന്നെ നിങ്ങളുടെ സ്വന്തം ഓൺ ക്രിയേഷനിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വൈവയുടെ സമയത്ത് എന്ത് ചെയ്യാ, കാണിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അസൈൻമെന്റ് തന്നിട്ടുണ്ട് ജിഷ് ടീച്ചർ 10. സൗമ്യ അധികം വന്നപ്പോ ഞാൻ അതുകൊണ്ട് ഈ ബർത്ത്ഡേക്കൊക്കെ വെക്കുന്ന തൊപ്പിയില്ലേ, ജസ്റ്റ് അങ്ങനൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാൻ പറ്റുമോ? അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. ഓരോന്നും എടുത്ത് കാണിക്കാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ട് അറ്റ് ടൈം നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ടൈം പോവില്ല. ഓക്കെ അല്ലേ? അതെ, അസൈൻമെന്റിന്റെ കാര്യം പറയാം. ജിഷ മിസ് 10 അസൈൻമെന്റ് ലാസ്റ്റ് തന്നിട്ടില്ലേ? അത് കമ്പൽസറി ആയിട്ട് വൈവയുടെ സമയത്ത് പ്രസന്റ് ചെയ്യണം. ബാക്കി എല്ലാ അസൈൻമെന്റ്സിന്റെയും മാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഈ 10 അസൈൻമെന്റിന്റെ മാർക്ക് മാത്രമാണ് ഞങ്ങൾ ഇടുന്നത്, ടീച്ചേഴ്സ് ഇടുന്നത്. അപ്പൊ ആ 10 അസൈൻമെന്റും നിങ്ങൾ ടീച്ചറിന് കാണിച്ചു കൊടുക്കണം. അതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു അസൈൻമെന്റിൽ നിന്ന് ടീച്ചർ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ നല്ല രീതിയിലൊക്കെ റീഡ് ചെയ്ത് നിങ്ങൾ സ്വയമേ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ. 10 അസൈൻമെന്റിന് ഇഷ്ടമുള്ള അസൈൻമെന്റ് ആയിരിക്കും ടീച്ചർ ചോദിക്കുന്നത്. അതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കായിരിക്കും. ഓക്കെ, ഒരു അസൈൻമെന്റിന് 5 മാർക്കാണ്. 10 അസൈൻമെന്റിന് അങ്ങനെ 50 മാർക്കാണ് അസൈൻമെന്റിൽ വരുന്നത്. ഓക്കെ, ദെൻ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? സർവേ എത്ര സാമ്പിൾസ് കളക്ട് ചെയ്തു? 5 സാമ്പിൾസ്. ഓക്കെ, മിനിമം 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം എത്ര വേണമെങ്കിലും കളക്ട് ചെയ്യാം. സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്സ്. നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്സ്. സർവേ റിപ്പോർട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്സ്. ദെൻ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്താൽ 10 മാർക്ക്. അങ്ങനെയാണ് സർവേക്ക് 50 മാർക്സ് വരുന്നത്. മനസ്സിലായോ? സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്സ്, സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്സ്, പിന്നെ സർവേ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സർവേ നിങ്ങൾക്ക് കിട്ടിയ കൺക്ലൂഷനും കാര്യങ്ങളും ആ ടീച്ചർക്ക് നല്ല രീതിയിൽ കൺവേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ 10 മാർക്സ്. അങ്ങനെ 50 മാർക്സ് സർവേക്ക് വരും. ആ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് 100 മാർക്ക് അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സെമിനാർ PG സ്റ്റുഡൻസിന്റെ ശ്രദ്ധിക്കാണ്. PG സ്റ്റുഡൻസ് സെമിനാർ എടുക്കണം അല്ലെ? കമ്പൽസറി ആയിട്ട് സെമിനാർ എടുക്കണമല്ലോ അശ്മി?
അല്ലെ? Yes, ma'am. ചെയ്തില്ലേ? PG സ്റ്റുഡൻസിന് ഏത് ടീച്ചറിനെ എടുത്താണ് സെമിനാർ എടുത്തത്? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് അതേ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനല്ല ഇപ്പൊ മോന് വൈവേക്ക് വരുന്നെങ്കിൽ മോ പറയാം, മിസ് ഞാൻ അപർണ മാമിന്റെ ക്ലാസ്സിൽ ഇന്ന ടോപ്പിക്കാണ് സെമിനാർ എടുത്തത്, ഞാൻ ആ ടോപ്പിക് ഒന്നും കൂടി സെമിനാർ എടുക്കണോ എന്ന് ആ മിസ്സിനോട് ചോദിക്കാം. ആ മിസ് പറയാണ് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ മോന സെമിനാർ എടുത്തു കൊടുക്കണം. വേണ്ട, ഞാൻ അപർണ മിസ്സിനോട് ചോദിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, എന്നോട് ചോദിച്ചോളും, ഞാൻ മാർക്ക് പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ. അല്ലെങ്കിൽ മോന സെമിനാർ റിപ്പോർട്ട് എഴുതി മിസ്സിനോട് പറയണം, ഞാൻ സെമിനാർ എന്റെ ടോപ്പിക്കിനെ കുറിച്ച് എടുത്തത്, ടോപ്പിക്ക് ഒന്ന് സമ്മപ്പ് ചെയ്ത് ഒന്ന് പറഞ്ഞ് സെമിനാർ എടുക്കേണ്ടതായിട്ട് വരും. ഇനി സെമിനാർ എടുക്കാത്തവരാണെങ്കിൽ 2 minutes നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് സെമിനാർ കണ്ടക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ? നിർബന്ധമാണ് സെമിനാർ എന്നുള്ളത്, PGക്കാർക്ക് നിർബന്ധമാണ്. ദെൻ മോണ്ടിസോറി അപ്പാരറ്റിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ജസ്റ്റ് ഞാൻ ഇപ്പോ പറയുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഇമേജ് കാണിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ഏതാണ് അപ്പാരറ്റിക്സ് എന്ന് ചോദിക്കും. അറിയോ? മൂവബിൾ ആൽഫബറ്റ്സ് ആണോ? മൂവബിൾ ആൽഫബറ്റ്സ് അല്ലടാ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആ. പക്ഷെ നമ്മുടെ കയ്യില് നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മുടെ കയ്യിൽ ഉള്ള സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ബ്ലാക്ക് ഇൻ കളർ അല്ലേ, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. സോ ഈ ആൽഫബറ്റ്സ് നമ്മള് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിലൊക്കെ പേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിങ്ക് ടവറിനെ കുറിച്ചിട്ട് ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങളോട് അതിന്റെ കുറിച്ചുള്ള ഫീച്ചേഴ്സും ഫങ്ഷൻസും കാര്യങ്ങളും പഠിക്കാനായിട്ട് പറയും. അപ്പോ നിങ്ങൾ മോണ്ടിസോറി അപ്പാരറ്റിക്സിന്റെ റെക്കോർഡ് ഉണ്ടല്ലോ, റെക്കോർഡ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തല്ലേ, ആ സമയത്ത് തന്നെ അത് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വൈവേക്ക് കയറുന്നതിന് മുമ്പ് ആ റെക്കോർഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം എന്ത് അറ്റൻഡ് ചെയ്യാനായിട്ട്, വൈവേ അറ്റൻഡ് ചെയ്യാനായിട്ട്. മോണ്ടിസോറി അപ്പാരറ്റിക്സിന്റെ റെക്കോർഡ് അറിയാലോ, അത് മോണ്ടിസോറി അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. കോമൺലി ചോദിക്കാറ് പിങ്ക് ടവർ, അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്താൽ മതി. ടീച്ചറിനോട് പറയാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മോണ്ടിസോറി അപ്പാരറ്റിക്സ് എന്ന് ചോദിക്കുന്നത്, അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കും. ഏത് മെറ്റീരിയൽ ഏറ്റവും ഇഷ്ടം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്? അതേപോലെ ഏത് മെറ്റീരിയലാ? പിങ്ക് ടവർ നല്ലതാണ്. എല്ലാവർക്കും പിങ്ക് ടവർ ആണോ? അല്ല, കോമൺലി കേൾക്കുന്ന ഒരു മെറ്റീരിയൽ പിങ്ക് ടവർ ആണ്. ഞങ്ങൾ വൈവേക്ക് എടുക്കും കുട്ടികളോട് ചോദിക്കുമ്പോൾ പിങ്ക് ടവർ അവർ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പിങ്ക് ടവർ ആണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. അപ്പം പിങ്ക് ടവറിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും എന്താണ് പിങ്ക് ടവർ എന്നുള്ളതും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർ ചോദിക്കുന്ന മെറ്റീരിയൽ ഉണ്ടാവും, അപ്പൊ ആ മെറ്റീരിയലിനെ കുറിച്ചായിരിക്കും നിങ്ങൾ പറയേണ്ടതെന്ന്. ഓക്കെ അല്ലേ? ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് ചോദിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്ത കുട്ടികളുണ്ട് അല്ലെ, അവര് ആക്ഷൻ സോങ്ങോ ആക്ഷൻ സ്റ്റോറിയോ പ്രിപ്പയർ ചെയ്തിരിക്കണം. വൈവേക്ക് മുമ്പായിട്ട് ആക്ഷൻ സോങ്ങും ആക്ഷൻ സ്റ്റോറിയും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്ത കുട്ടികൾ, ടീച്ചിങ് പ്രാക്ടീസിന് പോയവരാണെങ്കിൽ ആക്ഷൻ സ്റ്റോറി ആക്ഷൻ സോങ്ങോ മതിയോ? രണ്ടും പ്രിപ്പയർ ചെയ്താൽ മതിയോ? രണ്ടും പ്രിപ്പയർ ചെയ്തു. കാരണം ടീച്ചറിന്റെ രീതിയിലായിരിക്കും. ഇപ്പൊ ഞാനാണെങ്കിൽ ചിലപ്പോ ആക്ഷൻ സ്റ്റോറി ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ സോങ് ആയിരിക്കും. ആ സമയത്ത് ടീച്ചർ എന്താണോ പറയുന്ന ആക്ടിവിറ്റി നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. ഓക്കെ. ദെൻ ഓക്കെ, ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോയവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലേ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോ? ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് ടീച്ചർ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ്, ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവേ വോയിസ് ആണ്. അപ്പൊ അതിൽ വരുന്നത് നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് മാർക്ക് ഇടുന്നത്. അപ്പൊ വൈവേ അറ്റൻഡ് ചെയ്യുന്ന സമയം മുതൽ ലാസ്റ്റ് എൻഡ് വരെ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നല്ല കോൺഫിഡന്റോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നല്ല രീതിയിൽ വൈവേയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അപ്പോ മാക്സിമം അവരുടെ വൈവ് എടുക്കുന്ന ടീച്ചറിനെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ നോക്കുക. നമ്മളെ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാം, ബെസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എന്താണ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അവരെ ഇംപ്രസ് ചെയ്യാം, നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ.
ടെൻഷൻ അടിക്കരുത് വൈവയുടെ സമയത്ത്, പെട്ടെന്ന് ടെൻഷനൊന്നും അടിക്കരുത്, ഓവർ ടെൻഷനൊന്നും പാടില്ല. ക്യാമറ ഒക്കെ ആദ്യം തന്നെ ഓൺ ചെയ്ത് ബാക്ക് ക്യാമറ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം. കേട്ടല്ലോ? വൈവയുടെ ലിങ്കിൽ കയറാൻ പറ്റുന്നുണ്ടോ, ബാക്ക് ക്യാമറ ഓൺ ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അതിന് മുമ്പ്, വൈവയ്ക്ക് മുമ്പ് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടാവും, ഈ നമ്മുടെ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ടാവും. അവര് വൈവേനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോ ഗ്രൂപ്പിൽ എങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കണമെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വൈവേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് സന്തോഷം കൊണ്ട് ആ മെറ്റീരിയൽസ് ഫോട്ടോ എടുത്ത് ചിലപ്പോൾ ഗ്രൂപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യുമോ അല്ലെ? ചെയ്യോ? അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ചിലപ്പോൾ സെൻഡ് ചെയ്യുന്നത്. അത് മേ ബി മറ്റുള്ളവര് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെറ്റീരിയൽസും കാര്യങ്ങളും വൈവേ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മളുടെ പേഴ്സണൽ ആണ്. അപ്പൊ അത് മറ്റാർക്കും ഷെയർ ചെയ്യണ്ട. ഓക്കെ അല്ലേ? ഇനി ഷെയർ ചെയ്യാണെങ്കിൽ തന്നെ സെൽഫി എടുത്ത് ഷെയർ ചെയ്താൽ മതി. അതും മേ ബി കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ഷെയർ ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ ഓക്കെ ദെൻ എന്താ പറയാനുള്ള, നല്ല രീതിയിൽ വൈവയും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാം. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ എടുക്കാൻ ചാൻസ് കുറവാണ്. ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റിവിഷൻ നോക്കാം കേട്ടോ. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവിഷൻ വേണ്ടതായിട്ടുണ്ടോ? ഡൗട്ട് ഉള്ള ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? സാധ്യതയുള്ള അങ്ങനെ എന്തെങ്കിലും തരാൻ പറ്റുമോ? മീൻസ് കൂടുതലായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തോന്നുന്നുണ്ട് ഇല്ലേ? പറഞ്ഞിരുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫസ്റ്റ് പാർട്ട് മുതൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. കേട്ടോ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് പാർട്ട് 2ഉം 3ഉം 4ഉം നോർമൽ ഉണ്ടാവും. പക്ഷെ പാർട്ട് 1 ആൻഡ് 2 ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. കുറെ നാളായില്ലേ, അപ്പൊ ചിലപ്പോൾ അത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പാർട്ട് 1ഉം 2ഉം നോക്കിയിട്ട് വരാം. സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. മൺഡേ ചിലപ്പോൾ ഞാനായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്ന് പാർട്ട് 1ഉം 2ഉം നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ആദ്യത്തെ പറഞ്ഞോടാ, ആരാണ് കാര്യം പറയുന്നത്? എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുള്ള പറഞ്ഞില്ലേ, അത് ഈ ബോട്ടിലാട്ടായാലും മതിയോ? മതിയോ? ഏതാ കംഫർട്ടബിൾ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അശ്മി എന്താ പറയാൻ വന്നേ? ഞാൻ താങ്ക് യു പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.